ലിജോ ജോസ് പല്ലിശ്ശേരി, അതായത് നമ്മുടെ LJP, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാട്ടോ ഈ പുള്ളിക്കാരന്റെ സിനിമകളൊന്നും എനിക്ക് മനസ്സിലാവൂലെങ്കിലും പുള്ളി ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ അതിനകത്ത് എടുത്തു വെക്കും എന്ന് എനിക്കറിയാം. കാര്യം നമുക്ക് മനസ്സിലാവാത്ത പുള്ളിക്കാരൻ തിങ്ക് ചെയ്യണ ആ ഒരു ലെവലിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് പുള്ളിക്കാരന്റെ സിനിമകൾ കണക്ട് ആവാത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പുള്ളിക്കാരന്റെ പല സിനിമകൾ, അതായത് ഇപ്പൊ ഈ അങ്കമാലി ഡയറീസ്, അതേപോലെ ആമേൻ, അതേപോലത്തെ കുറച്ച് പടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളും ഉണ്ട്. അതായത് ഇത്തിരി കൊമേഴ്ഷ്യൽ വാല്യൂസ് ഒക്കെ ഉള്ള പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇത്തിരി ഭയങ്കര തിങ്കിങ് ഉള്ള പടങ്ങളില്ലേ, ചുരുളി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പടം കേട്ടോ. അതേപോലത്തെ ചില പടങ്ങൾ പുള്ളിക്കാരനെ എനിക്ക് കണക്ട് ആവും. പക്ഷെ ബാക്കിയുള്ള പടങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ട് ഒരു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ എനിക്ക് ഒട്ടും കണക്ട് ആവാത്ത പടവും. അതേപോലെ തന്നെ ഭൂരിഭാഗം ഒരു പേർക്കും ആ മലൈക്കോട്ടെ വാലിബൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നേക്കുന്ന ഒരു പടമാണ് മലൈക്കോട്ടെ വാലിബൻ. അപ്പൊ ഇപ്പൊ കറന്റ് മലൈക്കോട്ടെ വാലിബന്റെ ഈ ഒരു ഇത്തിരി നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടായിരിക്കണം നമ്മുടെ LJP ഇപ്പൊ വന്നിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ച് കൂട്ടിയിട്ടുണ്ടായി. മുമ്പ് പ്രസ് മീറ്റ് ഒക്കെ വിളിക്കുമ്പോൾ, അതായത് പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ പ്രസ് മീറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും വന്നിരുന്നിട്ടായിരുന്നു ഈ മലൈക്കോട്ടെ വാലിബന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ LJP ഒറ്റയ്ക്ക് വന്നിരുന്നിട്ടാണ് പറയുന്നത്. കാര്യം അതിനൊരു നെഗറ്റീവ് ഇതൊക്കെ വരുന്നപ്പോഴത്തേക്കും എല്ലാം പുള്ളിക്കാരന്റെ തലയിലായ ഒരു മട്ടാണ്. അപ്പൊ പുള്ളി വന്നിരുന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടോ. സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പൊ ഇതെല്ലാം നമ്മള് കണ്ടു പരിചയിച്ച സിനിമയുടെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ചാട്ടിപ്പിടിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ വാലിബൻ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശികഥയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോ അതില് നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്. പക്ഷെ അതിന്റെ വേഗത 100% അപ്പൊ അത് നമ്മള് ഇനീഷ്യൽ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പൊ അതിന് എന്താ പറയാ, അതിന്റെ വേഗത പോരാന്ന് പറയുന്നതില് എനിക്ക് അഭിപ്രായം. അപ്പൊ എനിക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ നല്ല സ്ലോ ആയിട്ട് പോകുന്ന പടമാണ്. അതായത് സ്ലോ പേസ് ഉള്ള ഒരു പടമാണ് ഈ മലൈക്കോട്ടെ വാലിബൻ. അപ്പൊ ആ ഒരു പടം എനിക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ സ്ലോ ആയിട്ടുള്ള ആ പോക്ക് കൊണ്ട് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മാസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ മാസ് കാട്ടണം, അല്ലെങ്കിൽ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് കാട്ടണം. ഇത് മാസും അല്ല ക്ലാസ്സും അല്ല, അവിടെ അല്ല ഇവിടെ അല്ലാത്ത പോലത്തെ ഒരു പടമായി പോയി എന്നാണ് എനിക്ക് തോന്നിയത് അത് കണ്ടപ്പോഴത്തേക്കും. അതിന് പല സീനുകളും ഭയങ്കര മാസായിട്ട് കാട്ടേണ്ടിയിരുന്ന സീനുകൾ പലതും ഇത് ഒരുമാതിരി രീതിക്കൊക്കെ കാണിച്ച് അങ്ങനത്തെ ഒരു ഫൈറ്റ് സീനുകളാണെങ്കിലും ഒരു BGM ഒന്നും ഒരു പവർ ഇല്ലാത്ത പോലത്തെ അങ്ങനെയൊക്കെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പൊ ഇപ്പൊ LJP പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ അത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു പടമല്ല, നല്ല സ്ലോ ആയിട്ട് പോകുന്ന ഒരു പടമാണെന്നൊക്കെ പുള്ളി ഇപ്പൊ പറഞ്ഞു. പക്ഷെ ഇത് മുമ്പ് പ്രമോഷന്റെ ഭാഗമായിട്ട് പുള്ളി വന്നിരുന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു കാര്യം ഇത്രയും കൂടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ആ ഒരു ഇത് വെച്ചിട്ട്, അതായത് ഇപ്പൊ ഇത് ഒരു സ്ലോ പേസ് പടമാണെന്നുള്ള രീതിക്ക് കാണുമ്പോഴുള്ള ഒരു ഫീല് അല്ലായിരിക്കും ഇപ്പൊ ഭയങ്കര ത്രില്ലടിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര മാസ് പടമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പോയവർക്ക് ഒന്നും കൂടെ ഡിസപ്പോയിന്റ് ആവാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ആദ്യമേ മര്യാദയ്ക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അത് ഇത്തിരിയും കൂടെ ഒരു ഇതാർന്നേനെ. ഇപ്പൊ ഞാനാണെങ്കിലും പടത്തിന് പോകുന്നതിന് മുമ്പ് LJPയുടെ പടമാണെന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും ലാലേട്ടന്റെ ഒരു ഇതുണ്ട്, പിന്നെ ഫൈറ്റ് സീനുകളും അങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിന് പോകണം. അപ്പൊ LJP എങ്ങനെയൊക്കെ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി, LJPയുടെ ഫൈറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ അങ്കമാലി ഡയറീസിനകത്തൊക്കെ ആണെങ്കിലും കിട്ടിയ ഫൈറ്റും കാര്യങ്ങളും. അപ്പൊ അതേപോലത്തെ ഒരു സാധനമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോണത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ എന്താണ് ഒരുമാതിരി ഫൈറ്റും ഒരുമാതിരി ഒരു നാടക സെറ്റപ്പിനകത്തുള്ള ഒരു ഇത്. അപ്പൊ ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവൂലായിരുന്നു. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റായി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന മറ്റുള്ളവര് പ്രതികരിക്കുന്നു, മറ്റുള്ളവര് പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രമാവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട്
ഓക്കെ, അപ്പൊ ഇവിടെ പുള്ളി പറയുന്നത് എനിക്ക് കേട്ടതിടത്തോളം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ റിവ്യൂവേഴ്സും ആ ഒരു റിവ്യൂ കേട്ടിട്ട് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അതായത് ഇപ്പൊ ഒരു പടം കണ്ടിട്ട് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളിപ്പോ ഒരു പടം തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കാണുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് നോക്കൂ. ഒരു തിയേറ്ററിൽ പോകണമെങ്കിൽ അതിന് എന്തുമാത്രം ചെലവുണ്ട്. ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഒരു ഫാമിലി ഒരു തിയേറ്ററിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം പൈസ ചെലവുണ്ട്. അപ്പൊ ആ ഒരു ചെലവ്, അതായത് ഇപ്പൊ നമ്മളൊരു പടം കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കാനായിട്ട് ആ പടം ആരും നമുക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു തരൂല. ആ പടം നമ്മൾ കാശ് കൊടുത്ത് വേണമെങ്കിൽ അതിന് കാശ് വേണം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാനൊക്കെ ഒരു പറയല്ലേ. അപ്പൊ നമ്മൾ കാണുന്ന പടം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, ഒട്ടും വർക്ക് ചെയ്യാത്ത ഒരു ഊളപ്പടമാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഞാൻ മലയക്കോട്ടെ വാലിബന്റെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ ഒരു ഊളപ്പടമാണ് അവിടെ ഷോ ചെയ്യണേന്ന് വിചാരിച്ചോ. അത് നമ്മൾ പോയി കണ്ടിട്ട് വെറുതെ നമ്മുടെ കാശ് പാഴാക്കി കളഞ്ഞിട്ട് പിന്നെ നമ്മളത് കൊള്ളൂല എന്ന് വന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥം ഉണ്ടായിന്. നമ്മുടെ സമയം അവിടെ പോയി, നമ്മുടെ കാശ് അവിടെ പോയി. ഇതൊക്കെ നമ്മൾ വന്നിരുന്ന് വെറുതെ പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർ ബാക്കിയുള്ളവരെ റിവ്യൂവറിൽ ഡിപ്പെൻഡ് ചെയ്യണതിനോട് പ്രത്യേകിച്ച് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരുപാട് പേരുടെ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഇൻഫ്ലുവൻസ് ആവും നമ്മുടെ തലയിൽ. പക്ഷെ എന്നാലും നമ്മുടെ കാശ് ഒരു പരിധി വരെ അതിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് പേര് കാണുമ്പോഴത്തേക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും വരുന്നത് ഒരുമാതിരിപ്പെട്ട സമയത്തൊക്കെ എല്ലാവർക്കും വരുന്ന ഒരേ അഭിപ്രായമായിരിക്കും. പിന്നെ ഇതേപോലെ മലയക്കോട്ടെ വാലിബൻ പോലത്തെ പടമൊക്കെ വരുമ്പോഴേ എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഭൂരിഭാഗം പേർക്കും വരാറുള്ളൂ എന്നാണ് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത്. അപ്പൊ അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അല്ല, ഞാൻ പറയുന്നത് ഈ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ LJP ഇവിടെ പറയണതെന്ന് പറഞ്ഞ് ഈ 6 മണിക്കും അതേപോലെ കാലത്തേക്ക് ഈ ഷോന് വന്ന ആൾക്കാരുടെ ആ ഒരു ഒപ്പീനിയന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് LJP ഇവിടെ പറയുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല. കാര്യം ഈ 6 മണിക്കും ഇവർ ഈ വെക്കണ ഫാൻ ഷോകളൊക്കെ ഉണ്ടല്ലോ, വെളുപ്പിനെയൊക്കെ വെക്കണ ഫാൻ ഷോകൾ, ആ ഒരു ഫാൻ ഷോനകത്തൊക്കെ വന്നതെന്ന് പറഞ്ഞ് ഇവരെ അത്രയും ഇഷ്ടപ്പെട്ട, അതായത് ഇപ്പൊ ലാലേട്ടന്റെയൊക്കെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ ഒരു സമയത്ത് വരുന്നത്. അപ്പൊ അവരെന്ന് പറഞ്ഞ അത്രയും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഒപ്പീനിയന് ഒരു വാല്യൂയും കൊടുക്കണ്ട, അവരങ്ങനെ വന്നതിന് ഒരു ഇത് കൊടുക്കണ്ട എന്ന് പറയുന്നത് എന്തൊരു ഇതാന്ന് എനിക്ക് മനസ്സിലാവുള്ള. LJPനെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സംസാരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം അവർക്കും പറയാനായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പിന്നെ അവർ കാശ് കൊടുത്തിട്ടല്ലായിരിക്കും വന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. അവരുടെ സമയവും അവരുടെ ഉറക്കവും അതേപോലെ അവരെ കാശും കളഞ്ഞിട്ട് അവർ വന്നിരുന്ന ഒരു പടം കണ്ടിട്ട് അതിന് അവരുടെ അഭിപ്രായത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണ്ടെന്നാണ് ഇവിടെ LJP പറയണത്. അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചു പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എന്റെ അഭിപ്രായം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാര്യം നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം അത് ഉറപ്പായിട്ടും നമുക്ക് നല്ലതായിരിക്കും. അത് എത്ര പേര് അതിനകത്ത് മോശം പറഞ്ഞാലും നമുക്കത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, എന്താ പറയുക, ഗോൾഡ് സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞത്. കാര്യം ഭൂരിഭാഗം പേർക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ആൾക്കാർ അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള അൽഫോൺസ് പുത്രന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതേ ഒരു കേസ് തന്നെയാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. അതായത് LJP ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് LJPക്ക് അത് നല്ലൊരു ഇതായിരിക്കും, അതേപോലെ അവരുടെ ടീമിനും അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ നല്ലൊരു ഇതായിരിക്കും അവർക്ക്. പക്ഷെ അത് കണ്ടവർക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ അഭിപ്രായം പറയും. അതിലെവിടെയാണ് തെറ്റ് പറയാൻ പറ്റണം. അതിനകത്ത് നിങ്ങളിപ്പോ വൈരാഗ്യം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഒരാളുടെ കാശ് പോയി കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ട് അയാളുടെ ഫ്രസ്ട്രേഷൻ പറഞ്ഞ് തീർക്കും. ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല.
അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് നിന്നെ പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് അത് ഇതൊക്കെ നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ. ഓക്കെ, അപ്പൊ ടിനു പാപ്പച്ചൻ ഈ ഒരു പടത്തിന്റെയൊക്കെ മുമ്പ്, പടം ഇറങ്ങുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഈ ലാലേട്ടൻ ഇൻട്രോ വരുന്ന സമയത്ത് തിയേറ്റർ കിടന്ന് കുലുങ്ങും, ഞാൻ തിയേറ്ററിനെ പുറത്തു പോയിന്ന് ഇത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, അതായത് തിയേറ്റർ കുലുങ്ങുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പുള്ളിക്കാരൻ പറഞ്ഞാണ് ഈ ടിനു പാപ്പച്ചൻ. അപ്പൊ ഈ ടിനു പാപ്പച്ചനെ പോലത്തെ ഒരാൾ പറഞ്ഞത് ഉറപ്പായിട്ടും ആ ഒരു സിനിമേനെ നന്നായിട്ട് നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ പടം കണ്ടപ്പോഴത്തേക്ക് അതിന്റെ ലാലേട്ടൻ ഇൻട്രോ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണേ, തിയേറ്റർ ഒന്ന് കുലുങ്ങണ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ആ ലാലേട്ടൻ ഇങ്ങനെ കാല് വെക്കുന്ന ആ ഒരു ടൈമിൽ ഉറപ്പായിട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ ഈ ടിനു പാപ്പച്ചൻ ഇങ്ങനെ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഇതാണാടാ ഈ കുലുങ്ങല്. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിനകത്തേക്ക് ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കഴിഞ്ഞായിരുന്നു ഈ ഒരു ഒറ്റ സംസാരം കാരണം. ഈ ഓവർ ഹൈപ്പ് കൊടുക്കുന്നതിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വശമാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരും ഈ തിയേറ്റർ കുലുങ്ങും അതും ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ക്ലാസ് പടമാണ്. അതായത് ഈ തിയേറ്റർ കുലുക്കണ ഇതൊക്കെ ഇപ്പൊ നമ്മൾ നോർമലായിട്ട് അത് കണ്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഇൻട്രോ ഇഷ്ടപ്പെട്ടേനെ. പക്ഷേ ഈ ഒരു ഇത്രയും ഹൈപ്പ് വെച്ച് കണ്ടുകൊണ്ടാണ് ഈ ഒരു സാധനം ഇഷ്ടപ്പെടാൻ. അപ്പൊ ഈ ഇവിടെ LJP വന്നിരുന്നിട്ട് പുള്ളിക്കാരനെ ന്യായീകരിച്ചിരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞത് പുള്ളിക്കാരന്റെ ഒരു ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അതൊക്കെ തന്നെയാണ് ഈ സിനിമേനെ ഇത്രയും നെഗറ്റീവായിട്ട് ബാധിച്ചേക്കണം. പിന്നെ LJP പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്. അത് ശരിക്കും നല്ലൊരു പരിപാടിയാണ്. കാര്യം പുള്ളിക്കാരന്റെ പഴയ ആ മറ്റേ ഡബിൾ ബാരല് ഫ്ലോപ്പായ സമയത്താണ് പുള്ളിക്കാരൻ ഈ ഒരു സാധനം പറഞ്ഞത്, നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്. അപ്പൊ പിന്നെ പുള്ളി വന്നിട്ട് പറയുന്നുണ്ട് സ്റ്റിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന്. അപ്പൊ പുള്ളി അതൊരു നല്ല മൈൻഡാട്ടാ. കാര്യം ആ പുള്ളിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ എങ്ങനെയാണോ പുള്ളി വിചാരിക്കുന്നത് അതേപോലെ പുള്ളി ഇറക്കി തരും. കാണേണ്ടവർക്ക് കാണാം, കാണണ്ടാത്തവർ കാണാന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ ജനങ്ങൾ പറയുന്ന വേറൊരു സാധനം കേട്ടോ, നോ പ്ലാൻ ടു വേസ്റ്റ് മണി എന്നൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത്. അത് അവരുടെ ഒപ്പീനിയൻ. കാര്യം ഈ പുള്ളി ഇറക്കി വിടുന്നത് കാണേണ്ടവർക്ക് കാണാം, കാണണ്ടാത്തവർ കാണണ്ട. അപ്പൊ പുള്ളി ഇനിയും ഇറക്കും. അതാണ് ഇപ്പൊ നമ്മൾ ഈ അൽഫോൺസ് പുത്രനെയൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഈ പണി നിർത്തി പോണേണ് അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളി പറയാറില്ല. പുള്ളി ഇനിയും ഇറക്കും എന്നാണ് പറയുന്നത്. ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിനാണ് ഞങ്ങൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സിലെടുത്തു. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ ഇതിൽ പുറകിൽ അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല. അതൊരിക്കലും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഇത് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് അത് അറിയേണ്ട കാര്യം പോലുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എൻറ്റയർ ടീം നമുക്ക് അങ്ങനെ മനസ്സുമടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നത്. ഓക്കെ, അപ്പൊ LJP ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പൊ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളി പറയുന്നുണ്ട് പ്രേക്ഷകർ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം, അതായത് എന്താണ് പ്രേക്ഷകർക്ക് നമ്മുടെ ഇതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടോ അല്ലെങ്കിൽ എന്തോരം പൈസ മുടക്കുന്നുണ്ട്, എത്ര നാളത്തെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല എന്നും പുള്ളിക്ക് അറിയാം. എന്നാൽ പുള്ളിയുടെ ഉള്ളിലുള്ള വേറൊരു സൈഡ് അറിയാണ്ട് ഇതൊക്കെ പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പുറത്തേക്ക് ചാടി വരുന്ന പോലെയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. അതായത് ഈ രണ്ട് സൈഡും പുള്ളിയുടെ ഉള്ളിനകത്ത് തന്നെ ഉണ്ട്. അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കണതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണതും പുള്ളിക്കാരൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഉറപ്പായിട്ടും ഒരു സിനിമയുടെ ബാക്കിൽ പല രീതിക്കുള്ള കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്. കാര്യം അവരുടെ കയ്യിൽ കാശ് മുടക്കിയിട്ടാണ് ഈ പടം കാണുന്നത്. അപ്പോൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീം കിടന്ന് വലിയ വാദമൊന്നും മുഴക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും. എവ്രിവൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവ്രിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധിയില്ലാത്തവരുന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവ്രിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനമാകാൻ ആരും ശ്രമിക്കണ്ട. നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെ പറ്റി പറയുന്നത്.
നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ ഒരു പരിപാടി. അത് ഈ ഇടയായിട്ട് നമ്മൾ മിക്ക പടത്തിന്, അതായത് ഇത്തിരി ഇങ്ങനെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അതായത് ഇത്തിരി മാസ് പടങ്ങളും അങ്ങനത്തെ പ്രതീക്ഷിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല അത് എന്നുള്ള ഒരു സാധനമാണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, ഈ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന്. പക്ഷെ അത് പറയാൻ പാടില്ല എന്നാണ് ഇവിടെ LJP പറയുന്നത്. അതിനോടും ഞാൻ തീരെ യോജിക്കുള്ള കാര്യം, ഇപ്പോഴത്തെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എണ്ണത്തിനും ഡൈജസ്റ്റ് ആവുന്ന പടമല്ല ഇപ്പം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് വെറുതെ പോയിട്ട് അവരുടെ സമയം, ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ തന്നെ പറഞ്ഞു, അത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ പറയാം നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ. കാര്യം എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഇഷ്ടപ്പെടാത്തത് അതെന്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതേപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ റിവ്യൂവേഴ്സ് ആണെങ്കിലും ഇപ്പൊ മിക്കവരും പറയുന്ന ഒരു സാധനമാണ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അപ്പൊ അതിനോടും ഒരു തെറ്റായിട്ടൊരു കാര്യം കേട്ടോ. അതായത് ഇപ്പൊ ബാക്കിയുള്ളവരാരും ബുദ്ധി ഇല്ലാത്തവരാണ് നിങ്ങൾ, അതായത് LJP മാത്രം ബുദ്ധിയുള്ള ആള്, അങ്ങനെയൊന്നല്ല അതിന്റെ അർത്ഥം. എല്ലാവർക്കും ആ പടം ഇഷ്ടപ്പെടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് ആരും ബുദ്ധി ഇല്ലാത്തതാണെന്നോ ബുദ്ധിയുള്ളതാണെന്നോ അതൊന്നും അല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ LJP പറഞ്ഞ ഈ ഇന്റർവ്യൂവിനകത്ത് പല കാര്യങ്ങളും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പലത് നല്ല കാര്യങ്ങളും പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയാണ് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ തോന്നി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ.